ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് കാണിക്കുന്ന റെസിപ്പി മീൻ തല കറി വയ്ക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നാടൻ രീതിയിൽ വേളാപ്പാര മീനിൻ്റെ തല കറി വയ്ക്കുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മീനിൻ്റെ തല ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത മീൻ അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ ഈ ഒരു മീനിന്, ഇത്രയും മീനിന് ഒരു വലിയ തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കുറച്ചധികം അരപ്പൊക്കെ ചേർത്ത് വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. എരിവ്, പുളിവ് എല്ലാം കുറച്ച് കൂടുതൽ നിന്നാലാണ് നമ്മുടെ ഈ തലക്കറി ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയും മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എടുക്കുന്ന, നമ്മൾ തലക്കറിയൊക്കെ വെക്കാൻ വേണ്ടി എടുക്കുന്ന ആ തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങ എടുക്കാതെ കുറച്ചൊന്ന് അധികം ഉണങ്ങാത്ത പച്ച തേങ്ങ നോക്കി എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ്. നല്ല ഉണക്ക തേങ്ങയിലൊക്കെ ആകുമ്പോൾ അത് എണ്ണയുടെ ആ ഒരു ചുവയൊക്കെ വരും. അതുകൊണ്ട് അത് നോക്കിയെടുക്കുക. പിന്നെ കുറച്ച് അധികം പുളി എടുക്കുക. നമ്മൾ സാധാ മീൻകറിക്ക് എടുക്കുന്നതിനേക്കാൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം പുളി. പിന്നെ ഒരു 3 പീസ് ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതലാകരുത്. കൂടുതലാക്കിയാൽ നമ്മുടെ കറിയുടെ കളറിന് വ്യത്യാസം വരും. ഒരു 3 ടേബിൾ സ്പൂണോളം കളറുള്ള മുളക് പൊടി, ആവശ്യത്തിന് എരിവുമുണ്ട്. 2 മുളക് പൊടിയും കൂടെ മിക്സിംഗ് ആക്കിയുള്ള 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവുള്ളതും എരിവില്ലാത്തതും. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് വെള്ളം കൂടുതൽ ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. നമുക്ക് ഇപ്പോൾ വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് വെക്കുന്നത്, നല്ല കുഴമ്പ് രൂപത്തിലല്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വലിയ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ വലിയ തുണ്ടം പച്ചമുളകാണ് ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കറി വയ്ക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ്. മീൻ കറിയിൽ കൂടുതൽ വെള്ളം കൂടി പോകാൻ പാടില്ല. വെള്ളം കൂട്ടിയിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കുന്നതിനേക്കാൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ മീൻ വേവിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ചിലർ കുറേ അധികം വെള്ളം ചേർത്തിട്ട് മീനിനെ ഇട്ട് തീയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചേർക്കരുത്. നമ്മുടെ മീൻ കറിയുടെ ടേസ്റ്റ് തന്നെ നല്ല മാറിപ്പോവും. വേറെ ഒരു തരത്തിലെ മണവും കൂടെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളിയുടെ അളവൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് ഞാൻ ഇത്രയും മീനിന് ഇത്രയും വെള്ളമൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു അളവും കൂടി ഒന്ന് കാണിക്കാം. അതാണ്ട് ഇതേ കട്ടിക്കാണ്. അപ്പോൾ ഇത്ര കട്ടി വേണം നമ്മുടെ ഈ മീൻകറി അടുപ്പിൽ വെക്കുമ്പോൾ. അതിനെ ഒന്ന് വെക്കുക. ഒരു അടപ്പ് കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ആ പകുതി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു ടൊമാറ്റോ ഇതിലോട്ട് കട്ട് ചെയ്ത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ ഇതിൻ്റെ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഇപ്പോൾ പച്ച ഉലുവ പൊടിച്ച് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ പച്ച ഉലുവ തന്നെ മുഴുവനെ ചേർക്കുന്നതും കണ്ടിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ഈ മീൻ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വേണം നമുക്ക് മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മാക്സിമം കുറച്ച് വലിയ രീതിയിൽ വേണം ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ഈ മീൻ കറിയിലൊക്കെ കരണ്ടിയൊക്കെ കൊണ്ട് ഇളക്കുമ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. മീനൊക്കെ പൊടിഞ്ഞു പോകും. ഈ മീനിലെ തല പ്രത്യേകിച്ച് തയ്യാറാക്കുമ്പോൾ അത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് മീൻ പൊടിഞ്ഞു പോകുന്ന ആ ഒരു തലയുടെ മുള്ളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ കറിയിലൊക്കെ ആയാൽ അത് കഴിക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ മീൻ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുന്ന സമയവും ഇതുപോലെ ചെറിയ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മീൻകറി വേഗം തയ്യാറായി കിട്ടും. ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഫ്ലെയിം ഒരിക്കലും കുറച്ച് വയ്ക്കാൻ പാടില്ല. കുറച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമ്മുടെ മീൻകറി വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. തല കറി വെച്ചത് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് പുളി എല്ലാം നല്ല കറക്റ്റിനായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇന്ന് ചേർത്ത ഉപ്പ് പുളിയൊക്കെ ഈ തല കറി വെച്ചതിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ ഇഷ്ടാനുസരണം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിനോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.